ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മൈഥിലിയാണ്. മണിയമ്മ മൈഥിലിയോട് ഒരു കുഞ്ഞൊക്കെ വേണ്ടേന്ന് ചോദിക്കുമ്പോൾ തൻ്റെ കുഞ്ഞിനെ പറ്റി ആലോചിക്കുകയാണ് മൈഥിലി. എന്താ മോളെ, എന്തു പറ്റി? അല്ല, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും വേണമെന്നില്ലേ എന്നൊക്കെ മണിയമ്മ ചോദിക്കുമ്പോൾ എന്തു പറയണമെന്നറിയാതെ ഇരിക്കുകയാണ് മൈഥിലി. അല്ല മോളെ, നിങ്ങളുടെ വിവാഹത്തിന് എന്താ വീട്ടുകാർ എതിര് നിൽക്കുന്നത്? അത് പിന്നമ്മേ, വൈശാഖിന്റെ വീട്ടുകാര് അല്പം പാവങ്ങളാ. എന്റെ അച്ഛന് അതൊന്നും ഇഷ്ടമല്ല. വേണമെങ്കിൽ മോളുടെ അച്ഛനോട് ഞാൻ പോയി സംസാരിക്കാമെന്ന് മണിയമ്മ പറയുമ്പോ അതൊന്നും വേണ്ടമ്മേ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് മൈഥിലി. ഇതൊക്കെ കേൾക്കുന്ന മണിയമ്മ മനസ്സിൽ പറയുകയാണ്, മോൾക്ക് എന്തോ രഹസ്യമുണ്ട്, എന്നിൽ നിന്നും അത് മറച്ചു പിടിക്കുകയാണെന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതേസമയം അകത്തേക്ക് കയറുന്ന മൈഥിലി ഇനി മണിയമ്മ എന്തെങ്കിലും അറിഞ്ഞു കാണുമോ എന്നുള്ള പേടിയോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. അങ്ങനെ മ്യൂറൽ പെയിന്റിങ്ങിന്റെ വർക്ക് ആരംഭിക്കുകയാണ് നന്ദിനി. അതേസമയം ഇത് കാണുന്ന സാവിത്രി ഞെട്ടലോടെ നിൽക്കുകയാണ്. അല്ല, ഇവളിനി എന്റെ ഉപകരണങ്ങൾ എന്തെങ്കിലും കട്ടെടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകുന്ന സാവിത്രി അവിടെയെല്ലാം ഇരിക്കുന്നത് കാണുമ്പോൾ ഓ, അവര് പുതിയത് മേടിച്ചതാകും, എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. അതേസമയം ജയറാമും ഗിരീഷും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താണെങ്കിലും ഗിരിയുടെ വരവ് നന്നായി. പഴയ ചങ്ങാതിയുടെ മുന്നിൽ തന്റെ പ്രതിഭ തെളിയിക്കാൻ നന്ദിനിക്കാകുമല്ലോ എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. ഇതെല്ലാം കേട്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ജയറാം. തുടർന്ന് നന്ദിനിയുടെ കയ്യിൽ നിന്നും ബ്രഷ് താഴേക്ക് വീഴുകയാണ്. അതെടുക്കാനായി നന്ദിനിയും ഗിരിയും ഒരുമിച്ച് കുനിയുകയും അവരുടെ തലകൾ തമ്മിൽ ഇടിക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന ഗിരി നന്ദിനിയുടെ തല തിരുമ്മി കൊടുക്കുമ്പോൾ ഇത് കാണുന്ന രാജലക്ഷ്മി അമ്മ ചിരിച്ചുകൊണ്ട് അവരെ നോക്കുന്നു. അതേസമയം ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജയറാമൻ. എന്താ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ജയറാമൻ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ്, നിനക്കെന്താ ഇവിടെ കാര്യം? കുടുംബത്തിലെ പെണ്ണുങ്ങള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നീ വരേണ്ട ഒരു കാര്യവുമില്ല. ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ജയറാമനെ അധിക്ഷേപിച്ച് പുറത്തേക്ക് അയക്കുകയാണ് രാജലക്ഷ്മി അമ്മ. രാജലക്ഷ്മി, അവൻ നിന്റെ മൂത്ത മകനാണെന്ന് ഞാൻ നിന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണെന്ന് കൈമള് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മണിയമ്മയുടെ വീടാണ്. മൈഥിലി ചെന്ന് വൈശാഖിനോട് പറയുകയാണ്, എടാ വൈശാഖേ, ഇവിടുത്തെ താമസം ഇനി അധികകാലം നീണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം ഇത് കേൾക്കുന്ന മണിയമ്മ ഞെട്ടലോടെ അവരെ നോക്കുകയാണ്. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണമെന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ മൈഥിലി പറയുകയാണ്, ഇന്ന് അമ്മ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. അമ്മയ്ക്ക് നമ്മൾ എന്തൊക്കെയോ സംശയങ്ങളുള്ളതുപോലെ, നമ്മൾ പറഞ്ഞതെല്ലാം കള്ളക്കഥയാണെന്നുള്ള ധാരണ അമ്മയ്ക്കുള്ളതുപോലെയാ എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ എൻ്റെ ഭർത്താവിനെയും പ്രസവിച്ച കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ടാണ് നിന്റെ ഒപ്പം ഇറങ്ങി വന്നതെന്ന് അവരറിഞ്ഞാലുണ്ടല്ലോ എന്ന് മൈഥിലി പറയുമ്പോൾ ഇത് കേൾക്കുന്ന മണിയമ്മ ഞെട്ടലോടെ നിൽക്കുകയാണ്. എൻ്റെ ഭഗവാനെ, ഞാൻ എന്താ ഈ കേൾക്കുന്നതെന്ന് മണിയമ്മ പറയുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങണമെന്ന് വൈശാഖ് പറയുമ്പോൾ നിന്നെയൊക്കെ മുങ്ങാൻ ഞാൻ സമ്മതിക്കാടാ എന്ന് മണിയമ്മ മനസ്സിൽ പറയുന്നു. തുടർന്ന് തൻ്റെ മോൻ്റെ ചിത്രത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് മണിയമ്മ പറയുകയാണ്, എൻ്റെ മോനെ, നിന്നെപ്പോലെ പാവപ്പെട്ട ഒരുത്തനെ ചതിച്ചിട്ടാ അവള് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതുപോലത്തെ ദ്രോഹികൾക്കാണല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കാൻ ഇടം കൊടുത്തത്. എന്താണെങ്കിലും ഞാൻ അവളെ വെറുതെ വിടാനേ പോകുന്നില്ല മോനെ, ഞാൻ അവളെ കൊന്നിരിക്കുമെന്നും മണിയമ്മ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദിനിയും ഗിരീഷും കൂടി സന്തോഷത്തോടെ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇത് കാണുന്ന ജയറാമൻ പറയുകയാണ്, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അത്രയും പറഞ്ഞുകൊണ്ട് ദേവിയെന്ന് ഉറക്കെ വിളിക്കുമ്പോൾ നന്ദിനി ജയറാമനെ നോക്കിക്കൊണ്ട് അല്പം നീങ്ങിയിരിക്കുകയാണ്. എന്താടാ, നീ എന്തിനാ നന്ദിനിയെ വിളിച്ചതെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് ജയറാമൻ പറയുന്നു. ഇത് കേൾക്കുന്ന രാജലക്ഷ്മി അമ്മ പറയുകയാണ്, നിന്റെ ഉള്ളു നീർന്നതേ എനിക്ക് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇതുപോലെ നീ പൊള്ളലേൽപ്പിച്ചതാ ഇവളെയും. അമ്മ ജയേട്ടനെ മനഃപൂർവ്വം വേദനിപ്പിക്കുകയാണെന്ന് എനിക്കറിയാമെന്ന് നന്ദിനി മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സാവിത്രിയുടെ അടുത്തേക്ക് കുറെ തുണികളുമായി ചെല്ലുന്ന മീനാക്ഷിയാണ്. സാവിത്രിയോട് തുണികളെല്ലാം കല്ലിൽ കൊണ്ടുപോയി കഴുകാനായി മീനാക്ഷി പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ സാവിത്രി ചോദിക്കുകയാണ്, നീ എന്താടി എന്നോട് ധിക്കാരം കാണിക്കാൻ മാത്രമായോ? ഇതിന് ഞാൻ നിനക്ക് നല്ലത് തരുന്നുണ്ട്. അല്ല, നിങ്ങളെന്താ വീഡിയോയുടെ കാര്യം മറന്നുപോയോ? നിങ്ങൾ സ്ത്രീധനം ചോദിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാനത് വേണ്ടപ്പെട്ടവരെയൊക്കെ കാണിച്ചാലേ നിങ്ങളുടെ മകന്റെ ഉദ്യോഗം തെറിക്കുകയും കൂടാതെ രണ്ടുപേർക്കും ജയിലിൽ പോവുകയും ചെയ്യാം. എൻ്റെ മീനാക്ഷി മോളെ, മോൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഈ തുണി കഴുകാനല്ലേ? ഞാൻ പോയി കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞ് തുണികളും എടുത്തുകൊണ്ട് സാവിത്രി പുറത്തേക്ക് പോകുന്നു. ഇവരിനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളെന്ന് മീനാക്ഷി മനസ്സിൽ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗിരിക്കും ജയറാമനും ആഹാരവുമായിട്ട് വരുന്ന നന്ദിനിയാണ്. ഇത് കാണുന്ന ജയറാമൻ മനസ്സിൽ പറയുകയാണ്, നന്ദിനി,
ഇവൻ ആഹാരം കൊടുക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അതേസമയം ഗിരിയോട് ആഹാരം കഴിക്കാൻ നന്ദിനി പറയുമ്പോൾ ഒരു 5-10 മിനിറ്റ് താമസിച്ചാൽ കുഴപ്പമില്ലെന്നും കൊണ്ടുതരാൻ ആളുണ്ടല്ലോ എന്നും ഗിരി പറയുകയാണ്. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജയറാം. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.